നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. റെയിൽവേയെ പൂട്ടിക്കണം, അത് മാത്രമാണ് ഇപ്പോൾ CPMന്റെ പ്രധാന ലക്ഷ്യം. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ അവിടെ നിന്ന് പൂട്ടി പൂർണ്ണമായും റെയിൽവേ സ്റ്റേഷനെ എടുത്ത് കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ വേണം. അതാണ് ഇപ്പോൾ CPMന്റെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം DYFI ഉൾപ്പെടെയുള്ള നേതാക്കൾ റെയിൽവേക്ക് നേരെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. RPF അവരൊക്കെ എടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ കളിയാക്കലുകൾ. റെയിൽവേ ഭൂമിയിലെ കനാലിൽ മാലിന്യം നീക്കുന്നതിനിടെ അപകടത്തിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിന് ഉചിതമായ നഷ്ടപരിഹാരം അനുവദിക്കണം എന്ന് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യം ഉന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ റെയിൽവേ ഭൂമികളിലുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഓടകൾ വൃത്തിയാക്കുന്നതിനും ഫലപ്രദമായ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം റെയിൽവേ ഭൂമിയിലെ കനാലിൽ കാണാതായ ജോയിയുടെ മൃതദേഹം 2 ദിവസം കഴിഞ്ഞാണ് കണ്ടെത്തിയത്. വലിയ തോതിൽ മാലിന്യം അടിഞ്ഞുകൂടിയതിനാൽ രക്ഷാപ്രവർത്തകർക്ക് കാനയിലൂടെ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. മഴക്കാലത്തെ കെടുതികൾ ഒഴിവാക്കാൻ മാലിന്യം നീക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അധികൃതർ റെയിൽവേക്ക് നിരവധി തവണ കത്ത് നൽകിയതായാണ് അറിയുന്നത്. എന്നാൽ മഴ തുടങ്ങിയ ശേഷം മാത്രമാണ് മാലിന്യം നീക്കാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചത്. ഈ സമയം കാനയിൽ മഴവെള്ളവും മറ്റും കെട്ടിക്കിടന്നതാണ് ജോയിയുടെ മരണത്തിലേക്ക് നയിച്ച അപകടത്തിന് കാരണം. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് മന്ത്രിയുടെ പ്രധാന ആവശ്യം. ഇപ്പോൾ ആമയിഴഞ്ചാൻ തോട് റെയിൽവേയുടെ വസ്തുവിലുള്ള റോഡായി മാറിയിരിക്കുകയാണ്. ഒരു മരണം അത് എങ്ങനെയെങ്കിലും ആരുടെയും തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം റെയിൽവേയെ പൂട്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി DYFI നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കരാർ തൊഴിലാളി ജോയി മരിച്ച സംഭവത്തിൽ ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ കഴിഞ്ഞ ദിവസം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാന ജലസേചന വകുപ്പിനും കീഴിലുള്ള ഈ കനാലിന്റെ മൊത്തം ദൈർഘ്യത്തിന്റെ 1% മാത്രം വരുന്ന റെയിൽവേ യാർഡിന് അടിയിലൂടെ കടന്നുപോകുന്ന ഭാഗം സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി ആണ് വൃത്തിയാക്കുന്നതിന് റെയിൽവേ തയ്യാറായത്. ജലസേചന വകുപ്പിലെ പരിചയസമ്പന്നരായ കരാറുകാരെയാണ് പണി ഏൽപ്പിച്ചത്. അപ്രതീക്ഷിതമായ കുത്തൊഴുക്കാണ് ദുരിതത്തിന് വഴിവെച്ചത് എന്നും റെയിൽവേ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുകയാണ്. കോർപ്പറേഷൻ പരിധിയിൽ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിനുള്ള കാരണമെന്നും റെയിൽവേ കുറ്റപ്പെടുത്തി. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയുന്നതിനുള്ള കർശനമായ നടപടികൾ ഉണ്ടാകണം. കുറ്റക്കാരെ കണ്ടെത്തി പിഴ ചുമത്തണം. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയുന്നതിന് കോർപ്പറേഷൻ നടപടി കൈക്കൊള്ളണം. തോട് കടന്നുപോകുന്ന റെയിൽവേയുടെ ഭാഗത്ത് ഒഴുക്കിന് ഒരു തടസ്സവുമില്ല എന്നും അവർ വിശദമാക്കി. 12 കിലോമീറ്ററോളം വരുന്ന ആമയിഴഞ്ചാൻ തോട് കേരള സർക്കാരിന്റെ ജലസേചന വകുപ്പിന് കീഴിലുള്ളതാണ്. ഈ തോടിന്റെ 117 മീറ്റർ മാത്രമാണ് റെയിൽവേ യാർഡിന് താഴെ കടന്നു പോകുന്നത്. സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജലസേചന വകുപ്പിലെ പരിചയസമ്പന്നരായ കരാറുകാരെയാണ് തോട് വൃത്തിയാക്കുന്നതിനുള്ള ചുമതല റെയിൽവേ ഏൽപ്പിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ കുത്തൊഴുക്കിൽ ജോയി വെള്ളത്തിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. തോടിന് ഏകദേശം 4 അടിയോളം താഴ്ച മാത്രമാണുള്ളത്. ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ സാധ്യതകൾ ജോയി വിലയിരുത്തുന്നതിനിടെ ആണ് അപകടമുണ്ടായത്. സംഭവ സമയത്ത് ജോയിയുടെ കരാർ സൂപ്പർവൈസറും ഒപ്പമുണ്ടായിരുന്നു. ജോയിയുടെ മൃതദേഹം മാലിന്യങ്ങൾക്കൊപ്പം റെയിൽവേ വളപ്പിൽ നിന്ന് 750 മീറ്റർ മാറി തകരപ്പറമ്പ് ഭാഗത്താണ് കണ്ടെത്തിയത്. ഇത് ഈ ഭാഗം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. റെയിൽവേ യാർഡിന് കീഴിലുള്ള ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതാണ് ദുരിതത്തിന്റെ അടിസ്ഥാന കാരണം. റെയിൽവേ യാർഡിന് അടിയിലൂടെ തോടിന്റെ വെറും 117 കിലോമീറ്റർ മാത്രമാണ് പോകുന്നത്. അവിടെ ചെളിയും മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നതിന് കാരണം നഗരസഭാ പരിധിയിലുള്ള തോടിന്റെ ഭാഗത്ത് വലിയ തോതിൽ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നതാണ്. റെയിൽവേയുടെ പ്രദേശത്തേക്ക് കടക്കുന്ന തോടിന്റെ ഭാഗത്ത് മാലിന്യം തടയിടുന്നതിനായി ഇരുമ്പ് വല റെയിൽവേ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് വലിയ തോതിൽ മാലിന്യം വന്നു കുമിയുന്നത് തടയുന്നുണ്ട്. റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള തോടിന്റെ തുറന്ന വശത്ത് 13 മീറ്റർ ഉയരമുള്ള ഇരുമ്പ് വേലിയും സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും കഴിയില്ല. റെയിൽവേ ഭൂമിയിലെ ഭൂഗർഭചാലിലേക്ക് മാലിന്യം ചെളിയും കടക്കുന്നത് തടയാൻ തീരുമാനവും പരിശ്രമവും ഉണ്ടാകണം. പരമാവധി കോർപ്പറേഷൻ മേഖലകളിൽ മാലിന്യം ശേഖരിക്കുന്നതിനും മാലിന്യം വലിച്ചെറിയുന്നത് തടയുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താനും അവർക്ക് പിഴ ചുമത്തുവാനുമുള്ള സംവിധാനം സജ്ജമാക്കണം. തോടിനോട് ചേർന്ന കൃത്യമായി വേലി കെട്ടുന്നതും CCTV സംവിധാനം ഒരുക്കുന്നതും കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് സഹായകരമാകും. ഖരമാലിന്യങ്ങൾ ശേഖരിക്കാൻ നഗരത്തിൽ പ്രത്യേക സ്ഥലവും ഉണ്ടാകണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചിട്ടുണ്ട്.
എന്തായാലും റെയിൽവേ പൂട്ടാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും മേയർ ആര്യ രാജേന്ദ്രനും ഇനി ഉറക്കമില്ല. റെയിൽവേ പൂട്ടിക്കെട്ടണം, അല്ലെങ്കിൽ റെയിൽവേ ഇവിടെ നിർത്ത മാറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുവെക്കണം. അല്ലാതെ ഇവർക്ക് യാതൊരുവിധ സമാധാനവുമില്ല. റെയിൽവേ ഇല്ലാതിരുന്നാൽ അങ്ങനെയെങ്കിലും ഉണ്ടല്ലോ, ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ല കേരളത്തിൽ എന്ന് പറഞ്ഞാകാം അടുത്ത പ്രതിഷേധത്തിനുള്ള വഴിവെക്കുന്നത്. എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനും ഒക്കെയായ TG മോഹനദാസ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. തിരുവനന്തപുരം നഗരസഭയെ വൃത്തിയാക്കാൻ എഫിഷ്യന്റ് ആയിട്ടുള്ള എഞ്ചിനീയർമാരെ വിളിക്കുക, സർക്കാരിന്റെ എഞ്ചിനീയർമാർ ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാരെ വിളിക്കുക, അവർക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഒരു പൈസയും അങ്ങോട്ട് കൊടുക്കണ്ട, ഒരു സേവനവും കൊടുക്കണ്ട, അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതി. അതായത് ഈ JCB പോലെയുള്ള മറ്റ് വസ്തുക്കൾ അവർ വൃത്തിയാക്കി കയ്യിൽ തരും തിരുവനന്തപുരം നഗരസഭയും ഈ ആമയിഴഞ്ചാൻ തോടിനെ. അങ്ങനെ ബുദ്ധിപരമായി ചിന്തിക്കുക. മേയറിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അവർക്ക് തലയിലേക്ക് ഇതൊന്നും കയറുകയുമില്ല. ഇവിടുത്തെ കളക്ടറിനോട് പറയാം, കളക്ടർ ചെയ്യുക, അറിഞ്ഞു ചെയ്യുക. ഇനി ഒരു ജോയി വീണാലും 10 ജോയി വീണാലും ഇവരൊന്നും കണ്ണു തുറക്കാനേ പോകുന്നില്ല. കാരണം ഇവർക്ക് കണ്ണുണ്ടെങ്കിലല്ലേ കണ്ണു തുറക്കേണ്ട ഗതിയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആമയിഴഞ്ചാൻ തോട് വലിയ പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ജോയിയുടെ മരണം സംഭവിക്കുകയും ജോയിയെ തിരിച്ചു കിട്ടുകയും ജോയിയുടെ മൃതശരീരം മറവ് ചെയ്തതിന് ശേഷം ആമയിഴഞ്ചാൻ തോട്ടിലെ വൃത്തിയാക്കൽ എവിടം വരെ എത്തി എന്ന് മലയാളി വാർത്ത ഒന്ന് നിരീക്ഷിച്ചപ്പോൾ കാണാൻ സാധിച്ചത്, അതേ രീതിയിൽ ജോയി എങ്ങനെയാണോ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങിയത്, ഒരു ഗ്ലൗസോ മാസ്കോ ഒന്നുമില്ലാതെ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് എങ്ങനെയാണോ ഇറങ്ങിയത്, അതേ രീതിയിൽ തന്നെ ആളുകൾ അവിടെ നിന്ന് പണിയെടുക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ക്യാമറ കണ്ടപ്പോൾ ഒന്നും മിണ്ടാതെ പോവുകയായിരുന്നു പലരും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഘട്ടത്തിൽ ആമയിഴഞ്ചാൻ തോട് എല്ലാവരും മറന്നേക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ജോയി അല്ല 10 ജോയി വീണാലും ഇത് തന്നെ കേരളത്തിനെയും സംഭവിച്ചുകൊണ്ടിരിക്കും.